ഇമാതിരി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഒരല്പം ഡീസൻസി ഉണ്ടെങ്കിൽ ഈ വർത്തമാനം പറയൂ. ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ UDFൻ്റെ ആ ഒരു സംഘടനാ സംവിധാനത്തെ നേരായ വിധത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്തതാണ്. വെറും പുകമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ മുൻമുനയിൽ നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്തവരാണ് ഇടതുപക്ഷം. ഉള്ളി തൊണ്ട് പൊളിക്കുന്നത് പോലെയാണ് സോളാർ കേസ് പോയി. എനിക്കൊരു അമിത ആത്മവിശ്വാസം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കൊള്ളൂ. എനിക്കൊരു എമ്മണിയും പേടിയില്ല, ഒരു CPM നേതാക്കന്മാരെ എനിക്ക് അത് പേടിയില്ല. ഇത്രത്തോളം പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അഴിമതി എന്ന് പറയുന്നത് സാർവത്രികമാക്കിയ ഒരു മുഖ്യമന്ത്രി SLC ലാവ്ലിൻ കേസിൽ പ്രത്യക്ഷമായ തലത്തിൽ തന്നെ BJP CPM-നെ അഥവാ പിണറായി വിജയനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ത്യ രാജ്യത്ത് സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന പ്രതിപക്ഷ മുഖ്യമന്ത്രി ആയിരുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ 100% തോക്കാൻ പോകുന്ന ഇലക്ഷനാണ്. ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇലക്ഷൻ പ്രചരണം ചൂടുപിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇടുക്കി നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ MP ആയ ഡീൻ കുര്യാക്കോസാണ്. കഴിഞ്ഞ തവണ 1,71,000 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ് വിജയിച്ചിട്ടുള്ളത്. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ നമസ്കാരം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജലബോംബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് താങ്കൾ ഇപ്പോൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണയും മത്സരിച്ചത് അവിടെ തന്നെയാണ്. ആ ജലബോംബ് ഏത് സമയം പൊട്ടിത്തെറിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ ജലബോംബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? അത് സംബന്ധിച്ച് വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ പേരിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു പ്രതിസന്ധി നമുക്ക് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശ്ചര്യജനകമാണ്. ആശങ്കാജനകം എന്നുള്ളതിനപ്പുറത്ത് ആശ്ചര്യജനകമാണ്. കാരണം മുൻപ് കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സാങ്കേതികപരമായ പല പരിമിതികളും ഒക്കെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അതല്ലല്ലോ സ്ഥിതി. ശാസ്ത്രീയമായി നമ്മളേറെ പുരോഗമിച്ചിരിക്കുന്നു. ഒട്ടേറെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. എന്തെങ്കിലും പരിശോധന നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരു കാര്യത്തിൽ സംശയമില്ല. 125 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഡാം, 128 വർഷം, അതെ, അത്രയും വർഷം പഴക്കമുള്ള ഒരു ഡാം എന്ന് പറഞ്ഞാൽ അത് അസ്ഥിരാവസ്ഥയിലാണ് അല്ലെങ്കിൽ ദുരവസ്ഥയിൽ എൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒരല്പം മോശമായ അവസ്ഥയിലായിരിക്കുമെന്നുള്ളത് ആർക്ക് വേണമെങ്കിലും ഊഹിക്കാവുന്നതാണ്. അതായത് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ് മുല്ലപ്പെരിയാർ ഡാം എന്നാണ് പറഞ്ഞത്. അങ്ങയുടെ അഭിപ്രായത്തിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അല്ല, എന്നിരുന്നാലും ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ വലിയ ദുരന്തമായിരിക്കും. ഈ രാജ്യം കണ്ട ലോകം കണ്ട ഏറ്റവും വലിയൊരു മനുഷ്യ ദുരന്തമായിരിക്കും അത്. കാരണം അത്രയും വലിയ ഒരു ഭീകരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമല്ലോ. ഇടുക്കി ഡാമുണ്ട്, അങ്ങനെ പല പല സ്ഥിതിയുണ്ട്. നമ്മൾ എന്ത് സങ്കല്പകഥകൾ പറഞ്ഞാലും അതൊന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. പുതിയ ഡാമാണ് പരിഹാരം. പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടുമായി ബയലാറ്ററൽ ഡിസ്കഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നമ്മളിതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പാർലമെൻറ്റിൽ ഈ വിഷയം വികാരപരമായി അവതരിപ്പിച്ച MP-യാണ്. എനിക്ക് ലഭിച്ച എല്ലാ ചാൻസും ഞാൻ അത് ഉപയോഗിച്ചിട്ടുമുണ്ട്. സബ്മിഷനായിട്ട് 2 തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡാം സേഫ്റ്റി ബില്ലിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം പാർലമെൻറ്റിൻ്റെ ചർച്ചയുടെ ഭാഗമായി തന്നെ ഈ വിഷയം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ചോദ്യോത്തരവേളയിൽ ഈ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് സാധ്യമാകുന്ന എല്ലാ സ്ഥിതിയിലും ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അതിന് മറുപടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ലഭിച്ച മറുപടി, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ മറുപടി അതാണ് സമാനമായിരുന്നു. കാരണം 2 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ആഭ്യന്തര വിഷയമാണ്, അല്ലെങ്കിൽ തമ്മിലുള്ള തർക്കമാണ്. ആ തർക്കത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള സാധ്യത എന്ന് പറയുന്ന ഡാം സേഫ്റ്റി ബില്ലിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ശ്രമിക്കുമ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ള ഒരു വിഷയം എന്നുള്ള നിലയിലുള്ള അതിൻ്റെ ഒരു തീർപ്പ് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിഗണന കൂടി കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. അത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ഇപ്പോൾ ഇൻ്ററിം ഓർഡർ, സുപ്രീം കോടതി പാസ്സാക്കിയിട്ടുള്ള ഇൻ്ററിം ഓർഡർ, ഞാൻ ആ കേസിൽ കക്ഷിയായിരുന്നയാളാണ്. ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചുള്ള ഹർജിയിൽ കക്ഷി ചേർന്ന്
അത് സംബന്ധിച്ചുള്ള ഇൻ്ററിം ഓർഡറാണ് നിലനിൽക്കുന്നത്. ആ ഇൻ്ററിം ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഡാമിൻ്റെ സുരക്ഷാ പരിശോധന, സംയുക്ത പരിശോധന, അതോടൊപ്പം ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഓസിലോമീറ്റർ ഉൾപ്പെടെയുള്ള ഡാമിനെ സംബന്ധിച്ചുള്ള ആധികാരികമായി അതിൻ്റെ ബലക്ഷയം പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഇൻ്ററിം ഓർഡറിൻ്റെ ഭാഗമായി വന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഇത് രണ്ട് സർക്കാരുകൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് വരുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നുള്ള ഒരാവശ്യമാണ് ഞാൻ പലപ്പോഴും മുന്നോട്ട് വച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പക്ഷേ പറയുന്നത് സുപ്രീം കോടതിയുടെ വിഷയം നിലനിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പരിമിതിയുണ്ട് എന്നുള്ള നിലയിലാണ്. എന്തു തന്നെയാണെങ്കിലും കേരള ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ തമിഴ്നാട് ഗവൺമെൻറ് ഈ ഒരു ഘട്ടത്തിൽ സഹകരിക്കാതിരിക്കത്തില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. കാരണം എന്താ, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറി. എം.കെ. സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം പലപ്പോഴും ഇതൊരു ഒറ്റ സഖ്യത്തിലാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഒരു മുഖ്യ ഘടകകക്ഷിയാണ്, CPM അതിൽ ഘടകകക്ഷിയാണ്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കേരള ഗവൺമെൻറ്റിന് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലില്ല. ഞാൻ ഓർക്കുന്നു 2021 ഏറ്റവും കൂടുതലായി അവസാനമായി ഈ ആശങ്ക കത്തിപ്പടർന്നത്. ആ സമയത്താണ് ഞാൻ പാർലമെൻറ്റിൽ വിഷയം കൂടുതലായി ഉന്നയിച്ചത്. അപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയതായ ഒരു പ്രഖ്യാപനം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ഞാൻ ചർച്ച നടത്താൻ പോകുന്നുള്ളതാണ്. ഇതുവരെയും ചർച്ച നടത്തിയിട്ടില്ല. ഇതുവരെയും വലിയ ഈ 2018 റസൽ ജോയ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തൊരു കേസിൽ കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നത് 2018 പ്രളയമുണ്ടായപ്പോൾ അതിന് നേരിട്ടുള്ള ഗവൺമെൻറ്റാണ് ഞങ്ങളുടേത്. അതേപോലെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കതിനെ നേരിടാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ട്, ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതൊക്കെ വെറും സാങ്കല്പികമായിരിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക പ്രതിരോധം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പ്രളയത്തെ കൈകാര്യം ചെയ്ത രീതി എന്നൊക്കെ പറയുന്നത് എത്രയോ വിവാദപരമായിരുന്നു. വിവാദപരം എന്നുള്ളതിനുപരിയായി മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയായിരുന്നല്ലോ പ്രളയ മാനേജ്മെൻറ്റ്. ആ മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അഫിഡവിറ്റ് ഗവൺമെൻറ് കൊടുക്കാൻ കാരണം? ഗവൺമെൻറ്റിൻ്റെ ബുദ്ധിശൂന്യതയോ അല്ലെങ്കിൽ ഇക്കാര്യത്തിലുള്ള ബുദ്ധിശൂന്യത മാത്രമാണോ, അതല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ് സീക്രട്ട് ഫണ്ടിൽ നിന്ന് പിണറായി വിജയന് 700 കോടിയോളം രൂപ കിട്ടി എന്ന് പറയുന്ന, ഓരോ വർഷം 100 കോടി രൂപയോളം സീക്രട്ട് ഫണ്ട് കിട്ടിയെന്ന് പറയുന്ന ആരോപണം ശരിവെക്കുന്നതും? അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, കാരണം അതിനെക്കുറിച്ചുള്ള ആധികാരികത എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യത്തിൽ തർക്കമുണ്ടല്ലോ, മുല്ലപ്പെരിയാർ ഡാം സൈറ്റിൽ മരം മുറിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അനുമതി കൊടുത്തതാണ്. വിവാദമായപ്പോഴാണല്ലോ അത് പിൻവലിച്ചത്. അന്നത്തെ PCCF അദ്ദേഹം തമിഴ്നാടിന് മരം മുറിക്കുന്നതിന് വേണ്ടി അനുമതി കൊടുത്തപ്പോൾ ഞങ്ങളാരും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ച മന്ത്രിമാരാണ് ഇവിടെയുള്ളത്. ഞങ്ങളാരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ വകുപ്പ് സെക്രട്ടറിമാർ ഇവിടെയുണ്ട്. പക്ഷേ എന്തുണ്ടായത്, അവസാനം അതിൻ്റെ മിനിറ്റ്സ് രേഖ ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ ഇവരെല്ലാം അറിഞ്ഞ് തന്നെയാണ് ഈ കാര്യം നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ദുരൂഹതയുണ്ടെന്നുള്ള കാര്യം 2012 മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഒരു മനുഷ്യ ചങ്ങല തീർത്തിരുന്നു. അതിൽ പിണറായി വിജയൻ അന്ന് പ്രസംഗിച്ചിരുന്നു, ഈ ഡാം എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം പണിയണമെന്ന്. അദ്ദേഹം പറഞ്ഞത് അവർ 2015 അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് വാഗ്ദാനം മുല്ലപ്പെരിയാർ ഡാം പണിയുമെന്നാണ്. ഇപ്പം 8 വർഷം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അതിൽ യാതൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ആ ഇടുക്കിയുടെ MP ഇതിൽ വേണ്ടത്ര രൂപത്തിൽ വേണ്ടത്ര ബഹുജന പ്രക്ഷോഭം ഉണ്ടാക്കാത്തത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഞാൻ MP എന്നുള്ള നിലയ്ക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധ്യമായ എല്ലാ നിലയിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്കും ഇനി പൊതുസമൂഹത്തിലാണെങ്കിൽ പോലും നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപ്രക്ഷോഭങ്ങൾക്ക് ഞാൻ നേതൃത്വം MP ആയതിനു ശേഷം, അല്ലാതെ ഞാൻ MP ആകുന്നതിന് മുമ്പ് നിരന്തരമായി ഇതിൽ നിന്നയാളാണ്. MP ആയതിനു ശേഷവും അങ്ങനെ തന്നെ എന്നെക്കൊണ്ട് സാധ്യമായ നിലയിൽ ഞാൻ പ്രതിഷേധിക്കുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ 8 വർഷം പൂർത്തീകരിച്ചു. പക്ഷേ 8 വർഷം മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആദ്യം പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പുറത്തിറങ്ങി അദ്ദേഹം നടത്തിയ ആ ഒരു വെളിപ്പെടുത്തലിൽ അദ്ദേഹം പറഞ്ഞത് മുല്ലപ്പെരിയാറിൽ ഡാം പണിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം പറഞ്ഞത്. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹം 8 വർഷം മുമ്പേ വെളിപ്പെടുത്തിയതാണ്. നമ്മൾ ഈ പറയുന്ന പ്രതീക്ഷയൊന്നും മുഖ്യമന്ത്രിയിൽ വെച്ച് പുലർത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ
ഒരു തുടർച്ചയായിട്ട് വേണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു കേവലം അന്നൊരു കത്തയച്ചതല്ലാതെ പിന്നീട് അതിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കേരള മുഖ്യമന്ത്രിക്ക് ഒരു ചർച്ച നടത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യും. കേരളയിലെ മൊത്തം 1,00,000 കോടി രൂപ ചെലവഴിച്ച് കേരളയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. വെറും 800-600 കോടി രൂപ ചെലവഴിച്ചാൽ ഇവിടെ ഒരു ഡാം പണിയാം. ഏകദേശം 1 കോടി ജനങ്ങൾ മരിക്കുകയും ഏകദേശം 6 ജില്ലകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ വൻ വിപത്ത് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന അമേരിക്കയിലെ പത്രം പോലും പറഞ്ഞിട്ടും ഗവൺമെൻറ് അനങ്ങാതിരിക്കുമ്പോൾ താങ്കൾ അതിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഈ വിഷയത്തിൽ MP എന്നുള്ള നിലയിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പാർലമെൻറ്റിൽ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. നിലവിലുള്ള ഇൻ്ററിം പെറ്റീഷനിൽ അല്ലെങ്കിൽ റിട്ട് പെറ്റീഷനിൽ ഞാൻ കക്ഷി ചേർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന ആത്മസംതൃപ്തിയോടുകൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. 128 വർഷം പിന്നെ ഞാൻ പ്രതീക്ഷിച്ച ഒരു വിഷയം, ഡാം സേഫ്റ്റി ബിൽ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയത് നമുക്ക് ആശ്വാസകരമാണ്. ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആ ബില്ലിനെ സ്വാഗതം ചെയ്തയാളാണ് ഞാൻ. കാരണം 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു തർക്കം വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള പ്രൊവിഷൻസ് ഉള്ള ഒരു ബില്ലാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ ആ ഒരു ഇടപെടലാണ് ഇപ്പോൾ നമുക്ക് ആ ബില്ലിലേക്ക് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അത്തരം കാര്യങ്ങളെ നോക്കി കാണാമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. എന്നിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് സംഭവിച്ചിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിനെ ഏത് ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ചാലും എൻ്റെ നിലപാട് അങ്ങനെ തന്നെയായിരിക്കും. ആ നിലപാട് ഞാൻ ഏത് അവസരത്തിലും ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനകത്തൊന്നും എൻ്റെ ക്രെഡിബിലിറ്റിയെയോ അല്ലെങ്കിൽ ആ തരത്തിൽ ഞാൻ ചെയ്തതിനെ മറച്ചു വെച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇതൊക്കെ റെക്കോർഡാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഡീൻ കുര്യാക്കോസിൽ സമരം നടത്തിയിട്ടുണ്ട്, നിരാഹാരം നടത്തിയിട്ടുണ്ട്, ശക്തമായ രൂപത്തിൽ പാർലമെൻറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ശരിയാണ്. സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ 128 വർഷം പഴക്കമുള്ള ഈ ഡാം ഏത് നിമിഷവും പൊട്ടാമെന്നാണ് പറയുന്നത്. അങ്ങനെ സുപ്രീം കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ജീവനോടെ ഉണ്ടാകുമോ? നമ്മൾ ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഈ തെറ്റുകുറ്റങ്ങൾ ഒക്കെ പറയുമ്പോഴും അതിനപ്പുറത്ത് നമുക്കൊരു രക്ഷയുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, മറ്റൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വന്യമൃഗങ്ങളുടെ ഒരു കടന്നാക്രമണമാണ്. മുമ്പെങ്ങും ഇല്ലാത്ത തോതിൽ ഇങ്ങനെയൊക്കെ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതിന് കാരണം എന്താണ് ശരിക്കും? ഗവൺമെൻറ്റിൻ്റെ നയപരമായ ഒരു പാളിച്ച ഇക്കാര്യത്തിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരുപിടി കാര്യങ്ങളുണ്ട്. അതുപോലും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാത്തതിൻ്റെ ഒരു വിഷയമുണ്ട്. ആത്യന്തികമായി എണ്ണപ്പെരുപ്പം ഒരു പ്രശ്നമാണ്. ജനന നിയന്ത്രണം ആവശ്യമായിട്ടുണ്ട് മൃഗങ്ങൾക്ക്. അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനും അവധാനതയോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ 2 സർക്കാരുകളും മുഖ്യ വിഷയമായി ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലപാട് വരാത്തതിൻ്റെ ഒരു വിഷയമാണുള്ളത്. ഞാനിവിടെ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വിദേശ രാജ്യങ്ങളെ മാതൃകയാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ മസിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മൃഗം വന്ന് ഏത് മനുഷ്യനെയും ശരിപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മൃഗത്തിന് അറിയത്തില്ലല്ലോ പ്രധാനമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ എന്നൊന്നും. അപ്പം അതുകൊണ്ട് വിദേശ രാജ്യങ്ങളെ മാതൃകയാക്കേണ്ടതുണ്ട്. അവർ നല്ല നല്ല മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കള്ളിങ് ഉൾപ്പെടെയുള്ള ജനന നിയന്ത്രണം കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയയുണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്. അത് നമുക്ക് മാതൃകയാക്കേണ്ടതുണ്ട്. വിശാലമായ വനസമ്പത്തുള്ള രാജ്യമാണ് ഇന്ത്യ. കേരളത്തിന് രാജ്യത്തിൻ്റെ വനവിസ്തൃതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരാശരി വളരെ കൂടുതലാണ്. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ കാട്ടിൽ നിലനിൽക്കണം എന്നുള്ളത് നമ്മുടെ ഒരു നയതീരുമാനമാണെങ്കിൽ അത് അതിൻ്റേതായ തരത്തിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയേണ്ടതുണ്ട്. പ്രതിരോധ മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തണം. ഇപ്പോൾ കർണാടക നല്ല മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് അവിടെ കാട്ടാന ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. തമിഴ്നാട് വനത്തിനുള്ളിൽ തന്നെ വന്യജീവികളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും മറ്റ് ക്രമീകരണവും ഒക്കെ ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഇതെല്ലാം ഞാൻ കേട്ടിട്ടുള്ള അറിവ് പറയുക. അവിടെ നിന്നാണ് മാനന്തവാടിക്കും ആന കയറി വന്ന് കൊന്നത്. അത് നമ്മുടെ അതിർത്തി സംരക്ഷിക്കാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട്
ഈ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ മാതൃകയാക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് മാതൃകയാക്കണം. ഇനി പോട്ടെ, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ മാങ്കുളത്ത് ക്രാഷ് കാർഡ് ഫെൻസിങ് നടപ്പിലാക്കി. ആ ക്രാഷ് കാർഡ് ഫെൻസിങ് ഇപ്പോഴും ബലവത്തായി അവിടെ തന്നെയുണ്ട്. അതിൻ്റെ പേരിൽ ആ മാങ്കുളം പഞ്ചായത്തിൽ പിന്നീട് കാട്ടാനാക്രമണം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത്തരം ആക്രമണങ്ങൾ, പുലിയുടെയും ആനയുടെയും ഒക്കെ ആക്രമണങ്ങൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത് ഈ 1-2 വർഷത്തിനുള്ളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ബോധപൂർവം ബഫർ സോണിലേക്ക് ഇന്ന് ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഒരു തന്ത്രമാണോ? വനവകുപ്പിൻ്റെ കൂടി വനവകുപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണോ ഇത്തരം കാര്യങ്ങൾ? ഗവൺമെൻറ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ചാലും തെറ്റില്ല. ഞാൻ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ള ആരോപണം തന്നെയാണിത്. കാരണം ഇപ്പോൾ എന്തിനാണ് ദേശീയ ശരാശരിയേക്കാൾ വനവിസ്തൃതിയുള്ള നമ്മുടെ നാട്ടിൽ വീണ്ടും വനമുണ്ടാക്കുന്നത്? ഇപ്പോൾ ചിന്നക്കനാലിൽ റിസർവ് വനം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഗവൺമെൻറ്. അതിൻ്റെ പ്രോസസ്സിങ്ങുമായി മുൻപോട്ട് പോയപ്പോൾ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് ശക്തമായ നിലയിൽ ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചു. അവസാനം എന്താ, ഞങ്ങളത് പിൻവലിക്കുന്നു, അതിൻ്റെ നടപടിക്രമങ്ങളിലാണ് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ മറുവശത്ത് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ റിസർവ് വനം പ്രഖ്യാപിക്കാനുള്ള എല്ലാ നടപടികളും ആയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തിനാണ് അവിടെ ജനവാസ കേന്ദ്രത്തിൽ കൂടുതൽ വനമുണ്ടാക്കുന്നത്? ചെങ്കുളത്ത് റിസർവ് വനമായി ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എന്തിനാണ് അവിടെ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കൂടുതൽ വനമുണ്ടാക്കുക എന്ന് പറയുന്നതാണ്. അതുപോലെ ബഫർ സോണിൽ 0 ബഫർ സോണാക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടും തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 0 ബഫർ സോൺ അവർ പ്രഖ്യാപിച്ചിട്ടും നമ്മുടെ മേഖലയിൽ 1 കിലോമീറ്റർ ബഫർ സോൺ പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ്. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ മൃഗത്തിനും വരാം, മനുഷ്യനും വരാം. ബഫർ സോൺ സ്വാഭാവികമായും മൃഗത്തോട് യുദ്ധം ചെയ്യാനുള്ള ശേഷി മനുഷ്യനില്ല. മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. പല സ്ഥലങ്ങളിലും കൃഷി വിട്ട ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞു, എപ്പോഴേ പോയി കഴിഞ്ഞു. അല്പശേഷിയുള്ള ആളുകളെല്ലാം പോയി കഴിഞ്ഞു. ഈ അടുത്ത നാളിൽ കാഞ്ഞിരപ്പേരിയിൽ ഇന്ദിരാമ എന്ന് പറയുന്ന വീട്ടമ്മ മരിച്ച ആ പ്രദേശത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ച് പാവപ്പെട്ടവർ മാത്രമേ അവിടെ ജീവിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പോയി കഴിഞ്ഞു. കാരണം അവരെന്തി അല്പസ്വല്പ സൗകര്യമുണ്ട്, മക്കളൊക്കെ ജോലിക്കാരാണെങ്കിൽ അവർ പോയി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു പൊതു പശ്ചാത്തലത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നയമില്ലായ്മ വളരെ വ്യക്തമാണ്. അഥവാ വനവൽക്കരണത്തിൻ്റെ നയം നമുക്ക് വ്യക്തമാകുന്നുമുണ്ട്. അതായത് ചില പ്രദേശങ്ങളിൽ പുലികളൊന്നും ഇറങ്ങാത്ത സ്ഥലത്ത് പോലും പുലികൾ എത്തുന്നു, കരടി ഇറങ്ങാത്ത സ്ഥലത്ത് പോലും കരടി എത്തുന്നു എന്നൊക്കെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു സമയത്ത് പോലും പുലി എത്താത്ത സ്ഥലത്തും കരടി എത്താത്ത സ്ഥലത്തും കരടി ഇറങ്ങണമെങ്കിൽ അത് വനംവകുപ്പിൻ്റെ സഹായം ഇല്ലാതെ എത്താൻ പറ്റുമോ? അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല, എങ്കിലും നമുക്ക് സ്ഥിതിഗതികൾ കാണുമ്പോൾ തെറ്റില്ല. ഈ ഇടുക്കിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ബാധിച്ചുള്ള ഒരു പ്രശ്നമാണല്ലോ. താങ്കൾ ഈ അടുത്ത കാലത്ത് ഉപവാസ സമരമൊക്കെ നടത്തി. പക്ഷേ അപ്പോൾ തന്നെ ഇവിടെ ഒരു ആന കുത്തി കൊന്നു നേര്യമംഗലത്ത്. അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ജനങ്ങളെ പോലീസ് തല്ലി എന്നല്ലാതെ കേസെടുത്തു. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇന്നത്തെ ദിവസം 1 മണിക്കൂർ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ചെലവഴിച്ച ആളാണ് ഞാൻ. എനിക്കെതിരെ 4 കേസ് എടുത്തിട്ട് എനിക്ക് നോട്ടീസ് തന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ 1 മണിക്കൂർ സമയം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെലവഴിച്ച ആളാണ്. ആ കേസിലെല്ലാം ഞാനും പ്രതിയാണ്. ഇതൊക്കെ കേസെടുക്കാൻ പോലീസിന് ഭയങ്കര ധൃതിയും, എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ ഗവൺമെൻറ്റിന് യാതൊരു ധൃതിയില്ലായ്മയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ ഇടുക്കിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കയ്യേറ്റം. വ്യാപകമായ രൂപത്തിലാണ് കയ്യേറ്റങ്ങൾ നടക്കുന്നത്. അതിലൊന്നും MP വേണ്ടത്ര സജീവമല്ല എന്നുള്ള ആരോപണമാണല്ലോ ഉള്ളത്. അതിനെതിരെയുള്ള ഒരു യാതൊരു നടപടികളും. കയ്യേറ്റക്കാരെ നിലയ്ക്ക് നിർത്താനും കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനും ഗവൺമെൻറ്റിന് കഴിയണം. ആ നയം അതിശക്തമായ നിലയിൽ എന്നും UDF ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ നിലപാടിനോടൊപ്പമാണ് ഞാൻ എന്നും മുൻപോട്ട് പോയിട്ടുള്ളത്. കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു മടിയുമില്ല. ഈ നയം കുടിയേറ്റക്കാരെ സംരക്ഷിക്കണം, കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇപ്പോൾ കയ്യേറ്റക്കാരുടെ പേരിൽ ഇടുക്കിയിലെ പട്ടയ പ്രശ്നം ഉൾപ്പെടെ അല്ലെങ്കിൽ അത് നിലച്ചിരിക്കുകയാണ്. പട്ടയ വിതരണം നിലച്ചിരിക്കുകയാണ്. ഒരു നീതീകരണമില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് മുഷ്താഖ് മുഹമ്മദ് ജഡ്ജ് പുറപ്പെടുവിച്ച വിധി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയ്ക്കെതിരാണ്. എന്തുകൊണ്ടെന്നാൽ 64 റൂൾ അനുസരിച്ച് പട്ടയ വിതരണം നടക്കുന്നില്ല. പട്ടയ വിതരണം നിർത്തിവെക്കണമെന്ന് കോടതി വിധി പുറപ്പെടുവിച്ചു. ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ അതിനെ തരണം ചെയ്യാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. എന്താ കാരണം എന്നറിയാം? സർക്കാർ അതിനെതിരെ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ 64 റൂൾ അനുസരിച്ചുള്ള കള്ളപ്പട്ടയങ്ങൾ ഉണ്ടാക്കിയ ആളുകളുടെ ലിസ്റ്റ് അവിടെ കൊടുക്കണം. കോടതി വ്യാഖ്യാനിച്ചത് 64 റൂൾ അനുസരിച്ച് കൊടുത്തിട്ടുള്ള പട്ടയങ്ങളെല്ലാം കള്ളപ്പട്ടയങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് ഇനി കൊടുക്കണ്ട. എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്തെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതുവരെ മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ
ഒരിക്കൽ പോലും 64 റൂൾ അനുസരിച്ച് കള്ളപ്പട്ടയം കൊടുത്തിട്ടില്ല. കാരണം അസൈനബിൾ ലാൻഡ് ആയിരിക്കണം, ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി പാസ്സാക്കണം, എല്ലാ നിബന്ധനകളും പാലിക്കണം. അല്ലാതെ ഒന്നും പട്ടയം കൊടുക്കാൻ ഗവൺമെൻറ് കഴിയത്തില്ല. ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പട്ടയങ്ങളെല്ലാം റിയൽ പട്ടയങ്ങളാണ്. എന്നാൽ കള്ളപ്പട്ടയങ്ങൾ ഉണ്ടാക്കി കയ്യേറ്റ ഭൂമി സംരക്ഷിച്ചു നിർത്താൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമിച്ചതെല്ലാം ഇടതുപക്ഷ നേതാക്കന്മാരാണ്. അവരുടെ പേരുകൾ കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കള്ളപ്പട്ടയങ്ങൾക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള തൻ്റെ ഇടമാണ് ഗവൺമെൻറ് കാണിക്കേണ്ടത്. അതല്ലാതെ 64 റൂൾ അനുസരിച്ച് കൊടുത്തിട്ടുള്ള പട്ടയങ്ങളെല്ലാം കള്ളപ്പട്ടയങ്ങളാണ് എന്നുള്ള കോടതി വിധിയെ സാധൂകരിക്കലല്ല. ഗവൺമെൻറ് ജനുവരി മാസം 10-ാം തീയതി വന്ന ആ ഹൈക്കോടതി ഉത്തരവിനെതിരെ യാതൊരു വിധത്തിലുമുള്ള ഒരു കൗണ്ടർ കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരിൽ ഇപ്പോൾ പട്ടയ നടപടികൾ മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റും ഇടതുപക്ഷ നേതാക്കന്മാരുമാണ്. അപ്പം ചില കയ്യേറ്റക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ അഫിഡവിറ്റ് കൊടുക്കാതിരിക്കുന്നത്. അത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ തരത്തിൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന എന്നാൽ കുടിയേറ്റക്കാരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് പലപോലെ. ഈ ജില്ലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തമിഴ്നാട് ഗവൺമെൻറ് അവരുടേതെന്ന് പറയുന്ന സ്ഥലവും കേരള ഗവൺമെൻറ് കേരളത്തിൻ്റേതെന്ന് പറയുന്ന സ്ഥലങ്ങളുമുള്ള പല വില്ലേജുകളുണ്ട്. ചതുരംഗ പാറയടക്കം കുറച്ച് ഏരിയ 2000-ഓളം ഏക്കറിനെ പറ്റിയുള്ള തർക്കം അവിടെയുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് MP എന്ന നിലയിൽ താങ്കളാണ് മുൻകൈ എടുക്കേണ്ടത്, അതിർത്തി തർക്കങ്ങൾ. പക്ഷേ അത്തരം കാര്യങ്ങളിലൊന്നും താങ്കൾ വർക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷയമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. MP-യേക്കാൾ ഉപരി സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഡിജിറ്റൽ സർവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പല മേഖലകളിലും. ആ തർക്കം പരിഹരിക്കേണ്ടതാണ്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ നല്ല സൗഹൃദമാണ്. തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ നമ്മളെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്, നമ്മുടെ എത്ര ആളുകൾ തമിഴ്നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ആ ഒരു സൗഹൃദ അന്തരീക്ഷം പോകാതെ ഇക്കാര്യത്തിലുള്ള ഒരു അമിക്കബിളായിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു ബയലാറ്ററൽ ഡിസ്കഷനാണ് ഇത്തരം കാര്യങ്ങൾ വേണ്ടത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് കടക്കേണ്ടതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പൂർണ്ണമായിട്ട് കാര്യം ചെയ്യുന്നത്. MP-ക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പോകുന്നില്ല. ഈ 3 തവണ ഇപ്പം 2 തവണ ഏറ്റുമുട്ടിയിട്ടുള്ളത് ജോയ്സ് ജോർജായി. ഫസ്റ്റ് തവണ താങ്കൾ പരാജയപ്പെട്ടു, 2ാം തവണ വൻ ഭൂരിപക്ഷം നേടി. ഈ വരാൻ പോകുന്ന സമയത്ത് എന്തായിരിക്കും റിസൾട്ട്? UDF ജയിക്കും, അത് സംശയ കാര്യമില്ല. കാരണം ഇടുക്കി എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഒരു UDF മണ്ഡലമാണ്. ജനാധിപത്യ വിശ്വാസികളാണ് ഇവിടെ മുഴുവൻ. ആ ജനാധിപത്യ വിശ്വാസികളുടെ അല്ലെങ്കിൽ ജനാധിപത്യ ചേരിയുടെ ഒരു ചിന്ത UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് അനുകൂലമായിരിക്കും എന്നുള്ള ഒരു പൂർണ്ണ ബുദ്ധി എനിക്കുണ്ട്. 2, ദേശീയ തലത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസിനെ, ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിനെ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികൾ ഒത്തുചേർന്നേ സാധിക്കത്തുള്ളൂ. അതിന് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ വേണം. ഇപ്പോൾ പാർലമെൻറ്റിൽ BJP-യുടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാതിരിക്കണമെങ്കിൽ BJP എന്ന് പറയുന്ന ആ കക്ഷിയേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ മറ്റൊരു കക്ഷിക്കുണ്ടാവണം. ആരെയാണ് പ്രതീക്ഷിക്കാൻ പറ്റും? കോൺഗ്രസിനെ വിജയിപ്പിച്ചാലേ അത് സാധിക്കത്തുള്ളൂ. അതിനകത്തോളം ഇനിയിപ്പം BJP-ക്ക് ഇനി ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷേ BJP-യാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെങ്കിൽ അവരുടെ ആളെ പ്രധാനമന്ത്രിയാക്കും രാഷ്ട്രപതി. അതാണല്ലോ നാട്ടു നടപ്പും, അതാണല്ലോ ഭരണഘടനയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണമെങ്കിൽ കോൺഗ്രസിന് സീറ്റ് കൂടണം. അപ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ മതേതര വിശ്വാസികൾ അക്കാര്യത്തിൽ അവധാനതയോടുകൂടി ഒരു തീരുമാനമെടുക്കേണ്ടി വരും. അല്ലാത്തടത്തോളം ഈ രാജ്യം അപകടത്തിൽ തന്നെയാണ്. വീണ്ടും BJP ഗവൺമെൻറ് വരുമെന്നുള്ളതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം, നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു ശേഷം, അവിടെ 1,71,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നമുക്ക് മറികടന്ന് അവർക്ക് 1,00,000-ഓളം വോട്ട് അധികം കിട്ടി, ഭൂരിപക്ഷം ഉണ്ടായി. 7 നിയോജകമണ്ഡലം കൂടി അടക്കം 2 സ്ഥലം മാത്രമാണല്ലോ നമുക്ക് ഭൂരിപക്ഷമുള്ളത്, മൂവാറ്റുപുഴയും തൊടുപുഴയും. ബാക്കി 5 സ്ഥലത്തും വൻ ഭൂരിപക്ഷമാണല്ലോ അവർക്കുള്ളത്. 30,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. ഉടുമ്പൻചോലയിൽ മാത്രം തന്നെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 30,000 വ്യത്യാസമുണ്ട്. അതൊരു വിഷയമേ അല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു 2019-ലും. നമുക്കാകെ 2 MLA-മാരെ അന്നേ ഉള്ളൂ. അന്ന് ഇടുക്കിയും തൊടുപുഴയുമായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴ അടക്കം അന്ന് LDF-നോടൊപ്പമായിരുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും കഴിഞ്ഞ കുറേ വർഷങ്ങളായി രണ്ടും 2 വഴിയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ
UDFിൻ്റെ ആ ഒരു സംഘടനാ സംവിധാനത്തെ നേരായ വിധത്തിൽ ചലിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നമുക്കതൊരു വലിയ പ്രശ്നമാണത്. ശരിക്കും പറഞ്ഞാൽ അത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ഞാനിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിലെ എല്ലാ സീറ്റും UDF ജയിക്കുന്നതായിരുന്നു. നമ്മൾ പരാജയപ്പെട്ടു പോയി, ഞാനത് സമ്മതിക്കുന്നു. എന്തുകൊണ്ടാണ് പരാജയം? പരാജയത്തിന് പല പല കാരണങ്ങളാണ്. അത് ഞാനിപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് അത് ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നില്ല. പല പല കാരണങ്ങളാൽ നമ്മൾ പരാജയപ്പെട്ടു പോയ സീറ്റുകളാണ്. അതല്ലാതെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ ആളുകൾ UDFന് എതിരായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ മാനസികാവസ്ഥയിലായിരുന്നില്ല. നമുക്കത് ആ തോൽവിക്ക് പല പല ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണങ്ങളെ ഞാനിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഈ ഇലക്ഷനിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ് ഉന്നയിക്കുക? പ്രധാനപ്പെട്ട ഇഷ്യൂ ഒന്ന് ദേശീയ രാഷ്ട്രീയം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഏത് തരത്തിലാണ് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. താങ്കൾ പറയുകയാണെങ്കിൽ എന്താണ്? എത്രത്തോളം പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം പെൻഷൻ്റെ വിഷയം എടുത്തോളൂ, ഇനി അതല്ലെങ്കിൽ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഗവൺമെൻറ് സമ്പൂർണ്ണമായി ഈ നാടിനെ ഏത് തരത്തിൽ ഒരു വെല്ലുവിളിയോടുകൂടി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് മേനി നടിക്കുകയാണ്. എങ്ങനെ സാധിക്കും? മറുവശത്ത് അഴിമതിക്ക് യാതൊരു കുറവുമില്ല. അഴിമതി എന്ന് പറയുന്നത് സാർവത്രികമാക്കിയ ഒരു മുഖ്യമന്ത്രി ഏതെല്ലാം തരത്തിൽ ആക്ഷേപങ്ങൾ നേരിട്ടോ അതെല്ലാം വസ്തുനിഷ്ഠമായി ശരിയാണ് എന്ന് തെളിയിക്കുന്ന പല പല കാര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു. ഇതൊരു UDF ഗവൺമെൻറ്റിന് എതിരെയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എന്താണ് ഉള്ളി തൊണ്ട് വിളിക്കുന്നത് പോലെ ആ സോളാർ കേസ് പോയത്. ഒന്നുമില്ല, വെറും പുകമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ മുൾമുനയിൽ നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്തവരാണ് ഇടതുപക്ഷം. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. അപ്പം ഇതുകൊണ്ട് അതിനാണ് ചോദ്യം. അതായത് ഒരു ഒന്നുമില്ലാത്ത സോളാർ കേസിൽ അവർ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചു, വലിയ തോതിൽ ഇഷ്യൂ ഉണ്ടാക്കി. ഇവിടെ പല സ്വർണ്ണക്കളക്കടുത്ത്, ഡോളർക്കടുത്ത്, മാസപ്പടി ഇല്ലാത്ത ഒന്നുമില്ല. എന്താണ് ഈ UDFന് ജനങ്ങളെ കിട്ടുന്നില്ലേ? ഇതിനെതിരെ പ്രതിഷേധം ഞാൻ ജനങ്ങളെ അവിശ്വസിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമായിരുന്നല്ലോ ഇപ്പം ചോദിച്ചതിൻ്റെ അടിസ്ഥാനം. അതിന് കാരണം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമായിരുന്നു, കോവിഡായിരുന്നു. അത് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നേരിട്ട് അത് ബോധ്യപ്പെട്ട ആൾ കൂടിയാണ്. കോവിഡിനെ എത്രത്തോളം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു മനസാക്ഷിയില്ലാതെ ഈ പാവപ്പെട്ട ജനതയെ അവർ കബളിപ്പിച്ചു. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി മുൻപിൽ വന്നപ്പോൾ ഈ പറയപ്പെടുന്ന വിഷയമൊന്നും ചർച്ചയായില്ല. ചർച്ച ചെയ്യിപ്പിക്കാൻ നമ്മളിനി എത്ര ശ്രമിച്ചാലും അത് നടക്കുമായിരുന്നില്ല. അതായിരുന്നു സ്ഥിതി. രണ്ടാം തരംഗം ആഞ്ഞടിച്ചതിന് ശേഷമാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലും അവിടെ നടന്നത് 2 മീറ്റർ ഗ്യാപ്പിൽ കസേരയിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഇലക്ഷൻ്റെ അവസാന ഫേസിലേക്കൊക്കെ വന്നപ്പോഴേക്കും കോവിഡ് തരംഗം രണ്ടാമത് വന്നു. അത്തരമൊരു സന്ദർഭത്തിൽ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുക, ഇപ്പോൾ ഒരു പ്രതിസന്ധി വരുന്ന കാലഘട്ടത്തിൽ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് ഗവൺമെൻറ് മാത്രമാണ്. ഒരു പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിനല്ലേ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുമുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ അതിലുപരി അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവരതിനെ ഉപയോഗപ്പെടുത്തി സമർത്ഥമായി. ആ ഉപയോഗപ്പെടുത്തിയത് ഒരു പ്രാവശ്യം കൂടി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് സത്യം. ആ വിഷയങ്ങളെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. കേരളത്തിലെ ജനത രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. അന്ന് കിറ്റും പെൻഷനും കൊടുത്തു വോട്ട് നേടി എന്നുള്ള ഇതാണല്ലോ പ്രധാനമായിട്ടുള്ളത്. കോവിഡിൻ്റെ സാഹചര്യം ഇപ്പോഴും അവർ പെൻഷൻ കൊടുത്തു കഴിഞ്ഞ് വോട്ട് നേടില്ലേ? ഒരിക്കലും കിട്ടുന്നില്ല. അത് ജനങ്ങൾ ഈ തവണ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ പിണറായി വിജയൻ നടത്തുന്ന സ്വർണ്ണക്കളക്കടത്തും ഡോളർ കടത്തും ഇതൊക്കെ ഉണ്ടായി. എന്നിട്ടും ജനങ്ങൾ സംഘടിപ്പിക്കാൻ എന്തുകൊണ്ടാണ്? ജനങ്ങളെ ഇളകിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് നിലനിൽക്കുമോ? അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു പരാജയം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സാഹചര്യം അതായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് സംഘടിക്കാൻ പറ്റാത്ത സ്ഥിതി. അല്ല, അത് കഴിഞ്ഞു. ശേഷം എന്താ പറയുക, 10 പേരും കൂടി ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പരിസ്ഥിതിയിലായിരുന്നില്ല അന്ന്. ഇന്ന് ഇതൊക്കെ ജനങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ പ്രചരണ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പൊതുയോഗമല്ല. ബഹുജന പ്രക്ഷോഭം പോലും എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യണം. ഇന്നത്തെ കാലഘട്ടം മാറി.
ഇന്നതെല്ലാം ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ അപ്പോൾ പ്ലാറ്റ്ഫോമിലും. താങ്കൾ പറഞ്ഞു ബഹുജന പ്രക്ഷോഭം ആവശ്യമില്ല എന്നാണ്. ആവശ്യമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ആവശ്യമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അതിൻ്റേതായ തലത്തിൽ അതിൻ്റെ പ്രസക്തിയുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് പ്രചരണ മാധ്യമങ്ങൾ മാറി എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. അത് ആ പ്രചരണ മാധ്യമങ്ങൾ വഴി ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും അത് നടക്കും. അതല്ല ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ മണ്ഡലത്തിലാണ് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ. അവിടുത്തെ അഴിമതി ആണ് ലാവ്ലിംഗ് കേസ്. അത് പുറത്തു കൊണ്ടുവന്ന ആളാണ് ഞാൻ. അതിൻ്റെ പേരിലാണ് എൻ്റെ ഓഫീസ് കത്തിക്കുകയും എല്ലാം ചെയ്തത്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി ജനിച്ചതെല്ലാം അതിൻ്റെ ചരിത്രമാണല്ലോ. ആ കേസിൽ താങ്കളുടെ മണ്ഡലത്തിലായിട്ടും എന്തുകൊണ്ടാണ് ലോകസഭയിലൊന്നും അത് ഉന്നയിക്കാൻ കഴിയാത്തത്? ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും SLC ലാവ്ലിംഗ് കേസിൽ പ്രത്യക്ഷമായ തലത്തിൽ തന്നെ BJP CPM-നെ അഥവാ പിണറായി വിജയനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സുപ്രീം കോടതിയിലെ കേസ് മാറ്റിവെക്കുക വഴിയായി. അപ്പോൾ അത് BJP CPM അച്യുതണ്ട് ഏതു തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ലാവ്ലിംഗ് കേസ് തന്നെയാണ്. അപ്പോൾ ലാവ്ലിംഗ് കേസിൽ എന്തോ വിധി പറയട്ടെ, ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ അല്ല പറയുന്നത്. എന്ത് വിധിയാണെങ്കിലും ഇനിയിപ്പോൾ പിണറായി വിജയനെ കുറ്റവിചാരണ ചെയ്യണ്ട എന്നാണ് സുപ്രീം കോടതി വിധിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അതിന് BJP അനുവാദം കൊടുക്കുന്നില്ല. പിണറായി വിജയൻ രക്ഷപ്പെട്ടാൽ പിന്നെ പിണറായി വിജയൻ BJPയുടെ മേത്ത് കയറും എന്നുള്ളതാണ് BJPയുടെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെ കക്ഷത്ത് ഉരുക്കി വെച്ചിരിക്കുകയാണ് അത് പറഞ്ഞത്. അത് മാത്രമല്ലല്ലോ ഉള്ളത്, വേറെയും ധാരാളം കേസുകളുണ്ട്. ഞാൻ ഒരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞതാണ്, അതല്ലാതെ പിണറായി എൻ്റെ ഒരു ചോദ്യം അതല്ല. താങ്കൾ ഞാനത് ക്ലിയർ ആക്കാം. പിണറായി വിജയൻ നിരപരാധിയാണെന്നല്ല എൻ്റെ വാദം. ഞാൻ പറഞ്ഞത് ഏത് തരത്തിൽ ചിന്തിച്ചാലും BJP CPM ഒത്തുകളി അക്കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ മറ്റ് കേസുകളിൽ കഴിഞ്ഞ ദിവസം ബഹുമാനായ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന പ്രതിപക്ഷ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ. ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരെ ഏത് തരത്തിലാണ്? ഇപ്പോൾ അവസാനം ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ, അല്ലെങ്കിൽ നടപടികളിലേക്ക് പോയല്ലോ. മനീഷ് സിസോഡിയ ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിലിൽ നിന്ന് പുറത്തു വരാൻ പോലും കവിതേനെ അറസ്റ്റ് ചെയ്തു. കവിത ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിണറായിക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇത് ഇവർ തമ്മിലുള്ള ഒരു അച്യുതണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അത് ഇടുക്കി ജില്ലയിൽ ഈ അച്യുതണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇടുക്കി ജില്ലയിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു തരത്തിലേക്ക് വരാനുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു ഘടന അവിടെ ഇല്ല എന്നുള്ളത്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി BDJS സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നവോത്ഥാന മതിലിന് വേണ്ടി പോരാട്ടം നടത്തിയ ആളാണെന്നറിയാമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്തിച്ചിട്ടില്ല. ഇപ്പം കഴിഞ്ഞു പോയ ഒരു കാര്യമാണല്ലോ. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ടുള്ള ആളെയാണ് ഇത്തവണ BDJS സ്ഥാനാർത്ഥിയാക്കി വെച്ചതെന്ന് അറിയാമോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ ഒരു പുതിയൊരു പാടാണ് അതിനെക്കുറിച്ച്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പുതിയ BDJS സ്ഥാനാർത്ഥി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യം. ഈ ലാവ്ലിംഗ് കേസ് തന്നെ താങ്കളുടെ മണ്ഡലത്തിലുള്ള ഒരു കേസാണത്. വൻ അഴിമതിയാണ് നടന്നതെന്നുള്ളത് സത്യമാണല്ലോ. ആ സംഭവത്തിൽ സുപ്രീം കോടതിയിൽ ഓരോ തവണയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, അതായത് അമിത്ഷായുടെ വലങ്കൈ, അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിലെ അഡ്വക്കേറ്റ് ഹാജരായി പറയുന്നത് ഈ കേസ് മാറ്റിവെക്കണമെന്നാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ BJP കാണിക്കുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പിനെതിരെ എന്തുകൊണ്ടാണ് അങ്ങ് പാർലമെൻറ്റിൽ ഈ കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാത്തത്? ഞാൻ പറഞ്ഞല്ലോ, അതിന് ഓരോ സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് ഓരോ വിഷയങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഞാൻ കൂടുതലായി എൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കൂടുതൽ ഈ മണ്ഡലത്തിലെ വിഷയമാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്ന ആളാണ്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ കൂടുതൽ ജനകീയ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി അക്കാര്യത്തിലേക്ക് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടു എന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പം നമുക്കൊരു പാർലമെൻറ്റ് സമ്മേളനം 4 ആഴ്ചകളിൽ നമ്മൾ അവതരിപ്പിക്കേണ്ട സബ്മിഷൻസും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ചർച്ചകളിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ഞാൻ ഉന്നയിച്ചിട്ടില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള പല വിഷയങ്ങളും കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് വിട്ടു എന്നല്ല ഞാൻ പറയുന്നത്. താങ്കളെ പറ്റിയുള്ള ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം താങ്കൾ ഈ മണ്ഡലത്തിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ്. എന്താണ് താങ്കൾ പറയാനുള്ളത്? അതൊക്കെ ജനങ്ങൾ തീരുമാനിച്ചു. ഇപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം
അവർ 100% തോക്കാൻ പോകുന്ന ഇലക്ഷന്. അപ്പോൾ അതിന് ആ ആത്മവിശ്വാസക്കുറവിൽ നിന്നും എന്തും വിളിച്ചു പറയാം. രണ്ട് തലത്തിലാണ് നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്. ഒന്ന്, ജയിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്തും ചെയ്യാം. ചില മത്സരങ്ങളൊക്കെ ജയിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു കളിയുണ്ടല്ലോ, ആ കളിയിൽ എന്തും ചെയ്യും. ചിലപ്പോൾ പരിക്കനായിരിക്കും. ആ പരിക്കൻ കളിയാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ മറുപടി പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ. കാരണം 100% ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് ആ നാട്ടിലെ എല്ലാ ഞാൻ ഏത് ജനകീയ വിഷയത്തിലാണ് ഇടപെടാത്തതെന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. അതായത് ഞാൻ 5 വർഷക്കാലം MP ആയി. ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 7 വർഷക്കാലം ഞാൻ ആ പദവിയിലിരുന്നയാളാണ്. പക്ഷേ MP പദവിയിലേക്ക് ഞാൻ എത്തിയതിനു ശേഷം എൻ്റെ പാർട്ടി എന്നെ നിയോഗിച്ചത്. എനിക്ക് മറ്റ് പ്രത്യേകിച്ച് പാർട്ടി പദവികളൊന്നും അതിന് ശേഷം ഇല്ല. പക്ഷേ ഞാൻ 100% നീതി പുലർത്തിക്കൊണ്ട് ആ പദവിയിൽ തുടരണം എന്നുള്ളതാണ് എൻ്റെ പാർട്ടിയുടെ തീരുമാനം. അതിലുപരി ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് വലിയ വിശ്വാസത്തിലാണ്. 53% വോട്ട് വാങ്ങിയാണ് ഞാൻ വിജയിച്ചത്. ആ നാട്ടിലെ ജനങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട്, അത് പ്രളയ കാലഘട്ടമാണെങ്കിലും കോവിഡാണെങ്കിലും ഇനി അതല്ല ജനകീയ പ്രശ്നങ്ങൾ മുല്ലപ്പെരിയാറാണെങ്കിലും സുപ്രീം കോടതിയിൽ ഞാൻ കക്ഷി ചേർന്നത് ആ വിഷയത്തിൽ ബഫർ സോൺ കേസിൽ ഗവൺമെൻറ്റിൻ്റെ പാളിച്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നു. അരിക്കൊമ്പൻ വിഷയം ഉണ്ടായപ്പോൾ ഹൈക്കോടതിയിൽ ആ കേസിൽ കക്ഷി ചേർന്നു. അവസാനം ഇടുക്കി ജില്ലയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സ്പെഷ്യൽ ജഡ്ജിൻ്റെ വിധി പരാമർശങ്ങളുണ്ടായ ആ കേസിൽ ഉൾപ്പെടെ ഞാൻ കക്ഷി ചേർന്ന് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ്. നിരവധി സമരങ്ങൾ, എത്ര സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം പാർലമെൻറ്റിനുള്ളിൽ ഞാൻ നടത്തിയ സമരങ്ങളുണ്ട്, പാർലമെൻറ്റിന് പുറത്ത് നടത്തിയ സമരങ്ങളുണ്ട്. കേസുകളുടെ എണ്ണം എടുത്തുള്ളൂ. ഞാൻ MP ആയതിനു ശേഷം എനിക്കെതിരെ വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം എടുത്തുള്ളൂ. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇമാതിരി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയ സംസ്കാരം അതിന് പലപ്പോഴും പ്രേരിപ്പിച്ചിട്ടില്ല. എനിക്കിപ്പോൾ ഞാൻ പറയട്ടെ, അവസാനം ഒന്ന് ആലോചിച്ച് നോക്കിക്കൂട. ചിരി വരുന്ന പല കാര്യങ്ങളുമാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റിൽ ഇടുക്കി MP അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്ന് എൻ്റെ എതിർ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുക. ഞാൻ എന്തായാലും മറുപടി പറയുന്നത്, ഞാൻ തെളിവ് കൊടുത്തു. ഇനി അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ പോയാൽ, കാരണം ഇതങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഒരു MP എന്നുള്ള നിലയിൽ ഞാൻ പാർലമെൻറ്റിൽ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ചെയ്ത ഒരു കാര്യം, ഈ നാട്ടിലെ മതനിരപേക്ഷ മനസ്സ് ഉള്ള മുഴുവൻ ആളുകളുടെയും ആഗ്രഹമനുസരിച്ച് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെതിരെ ഞാൻ വോട്ട് ചെയ്ത ആളാണ്. പാർലമെൻ്ററി രേഖകളുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇദ്ദേഹം പറയാണ്, മുഖ്യമന്ത്രി പറഞ്ഞ അതേ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആരിഫ് മാത്രം വോട്ട് ചെയ്തു. എവിടുന്നാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഈ ലോകത്തുണ്ട്? കേരളത്തിലെ MP-മാർ താങ്കളെ മുഖ്യമന്ത്രി എങ്ങനെ വിലയിരുത്തുന്നു? ഒരു മാർക്കും കൊടുക്കാൻ കഴിയില്ല. എങ്ങനെ ആ പദവിക്ക് ചോദിച്ച ആളാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇതാണോ മുഖ്യമന്ത്രി? ഒരല്പം ഡീസൻസി ഉണ്ടെങ്കിൽ ഈ വർത്തമാനം പറയും. ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ ഒരു മടിയില്ല. ഈ പാവപ്പെട്ട ന്യൂനപക്ഷ ആളുകളെ അവരെ കബളിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ MP-മാർ നിങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ ആളല്ലേ ഇദ്ദേഹം. അതായത് പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൽ വലിയ ആശങ്കയിലാണ്. അതിനെ എതിർത്ത് കേരളത്തിലെ MP-മാർ എല്ലാവരും വോട്ട് ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രി വന്നിട്ട് പറയുകയാണ്, ഈ പാർലമെൻ്ററി രേഖകളെല്ലാം അവിടെ നിൽക്കുമ്പോൾ പറയുകയാണ്, അതിനെ ആ ബില്ലിനെ ഇനിഷ്യേറ്റ് ചെയ്ത് സംസാരിച്ചത് കേരളത്തിൽ നിന്നുള്ള MP ശ്രീ ശശി തരൂരാണ്. ബില്ലിനെ ഇനിഷ്യേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ബില്ലിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ച ആൾ ഡോക്ടർ ശശി തരൂരാണ്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഈ പറയപ്പെടുന്ന മഹാൻ AM ആരിഫ് മാത്രമേ വോട്ട് ചെയ്തുള്ളൂ ഇതിനെ എതിർത്തത്. ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ന്യൂനപക്ഷ വോട്ട് തട്ടാൻ വേണ്ടി വില കുറഞ്ഞ പരാമർശം നടത്തുന്ന മുഖ്യമന്ത്രിയും എൻ്റെ എതിർ സ്ഥാനാർത്ഥിയൊക്കെ ആ ഗണത്തിൽ പെട്ടുപോയല്ലോ എന്നുള്ളത് സഹതപിക്കുകയല്ലാതെ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു പാർട്ടിയുണ്ട്, അരുവാൾ ചുറ്റിയ നക്ഷത്രം പിടിച്ചുകൊണ്ട്. ഇവർ മതനിരപേക്ഷത പറയുന്നു, ഇവർ ജനാധിപത്യത്തെക്കുറിച്ച് വാദിക്കുന്നു, ഇവർ ഭരണഘടനയെക്കുറിച്ച് വാദിക്കുന്നു. എന്താണ് കേവലം 10 വോട്ട് കിട്ടാൻ വേണ്ടി ഇത്ര നിലവാരമില്ലാത്ത, ഇലക്ഷൻ വരുവോ പോവുകയോ ചെയ്യട്ടെ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്ര നിലവാരമില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്ന ഇവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അപ്പം അതുകൊണ്ട് അതിനെ ആ നിലയിൽ തന്നെ രാഷ്ട്രീയപരമായി തന്നെ എതിർക്കാനും അതിനെ ചോദ്യം ചെയ്യാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അതിൻ്റെതായ നിലയിൽ മുന്നോട്ട്. ഈ പൗരത്വ ഭേദഗതി ബിൽ പ്രകാരമുള്ള സംഭവം ഇടുക്കി പാർലമെൻറ്റിനെ എങ്ങനെ ബാധിക്കും? ഇടുക്കി എങ്ങനെ ബാധിക്കുന്നത്? അത് ഒരു പൊതുവിഷയമാണല്ലോ. രാജ്യത്തെ ബാധിക്കും. ഇടുക്കിയിൽ അത് ഇലക്ഷൻ്റെ പാർലമെന്റ് മണ്ഡലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, അത് താങ്കൾക്ക് അനുകൂലമായി തീരുമോ എതിരായി തീരുമോ? 100% മതനിരപേക്ഷ മനസ്സുകൾ അതിന് ഞങ്ങളെടുത്ത നിലപാടിനോടൊപ്പമാണ്. ദീപിക മാത്രം മുഖപ്രസംഗം എഴുതിയിരുന്നു. ആ വിഷയത്തെ എന്താണ് കാണേണ്ടത്? അത് കേവലം മുസ്ലിങ്ങൾക്കെതിരെ മാത്രമുള്ള ഒരു വിഷയമായി കാണേണ്ട കാര്യമല്ല. BJP ഗവൺമെൻറ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരെ എതിർക്കുന്നവർക്കെതിരെ അങ്ങനെ കാണണം. ഇന്ന് CAA ആണെങ്കിൽ നാളെ മണിപ്പൂരാ വിഷയം, ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാണ് BJPയുടെ നയം.
BJP അപ്പോൾ അതിന് മറ്റന്നാൾ ഭരണഘടന ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ നയം. അപ്പം അതുകൊണ്ട് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഇതിനെ അതാണല്ലോ ദീപിക മുഖപ്രസംഗത്തിൽ അത് കൃത്യമായി അവർ വിവരിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ 10 സീറ്റുകൾ നേടുമെന്നൊക്കെ 2 അക്കം തേക്കും എന്നാണ് നരേന്ദ്രമോദി. അതിൽ ഇടുക്കി വിടുമോ? അതൊക്കെ വെറും സ്വപ്നം മാത്രമല്ലേ. സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ടല്ലോ. അതൊക്കെ വെറും. താങ്കൾ ജോയ്സ് ജോർജിനെ എത്രമാത്രം പേടിക്കുന്നു? എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഒരു തവണ താങ്കളെ തോൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതല്ലല്ലോ വരാത്ത വിഷയം. രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിപൂർവമായ വിഷയങ്ങളിൽ ഇടപെടുകയും പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് വിഷയം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ മിടുകിയിരിക്കുന്നത്. ഞാൻ അക്കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾക്കൊപ്പം എന്നും ഉറച്ചു നിന്നിട്ടുണ്ട്. ഞാൻ 2019 വിജയിച്ച ഇലക്ഷന് ഞാൻ പരാജയപ്പെട്ടപ്പോൾ ഇത് പറഞ്ഞ ആളാണ്. ഇപ്പോഴും ഞാനിത് പറയുന്നു. എൻ്റെ പേരിൽ എന്നെ തിരഞ്ഞെടുത്താൽ ഈ നാട്ടിലെ ഒരാൾക്കും തല കുനിക്കേണ്ടി വരില്ല. എൻ്റെ പേരിൽ ഞാനൊരു വൃത്തികേട് കാണിച്ചു എന്നതിൻ്റെ പേരിൽ. കാരണം അങ്ങനെ ഒരു വൃത്തികേട് ഞാൻ കാണിച്ചാൽ എൻ്റെ പേരിലുണ്ടായാൽ ആ സ്ഥാനം ഉപേക്ഷിച്ച് ജനങ്ങളോട് മാപ്പ് പറയേണ്ട ആളാണ് ഞാൻ എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ആ രാഷ്ട്രീയ മര്യാദ ഞാൻ എന്നും എക്കാലം ഉയർത്തിപ്പിടിക്കും. ആ രാഷ്ട്രീയ സത്യസന്ധതയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ MP ആയിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷേ എന്നാൽ പോലും എനിക്ക് തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് നിലപാട് മാറ്റുന്ന ഒരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളാം. ഏതായാലും മറ്റൊരു പേരിലൂടെ പരാമർശിച്ചുകൊണ്ട്, ഒരു സുപ്രഭാതത്തിൽ സ്വതന്ത്ര പരിവേഷം വന്ന് പിന്നെ ഇപ്പോൾ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിലേക്ക് ചിഹ്നം മാറുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ അതൊരു വെറുമൊരു ചിഹ്നം മാറിയ വിഷയമല്ല, അതൊരു സംസ്കാരത്തിൻ്റെ വ്യത്യാസമാണ്. എന്താണ് സംസ്കാരത്തിൻ്റെ വ്യത്യാസം ജനങ്ങൾ മനസ്സിലാക്കാൻ മണി അടക്കമുള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും ആ ഒരു രാഷ്ട്രീയ ജീർണതയിലേക്ക് ഇപ്പോൾ ഇടതുപക്ഷ സ്വതന്ത്ര വേഷത്തിൽ ഇടതു സ്ഥാനാർത്ഥി വരുന്നതും പിന്നീട് ചിഹ്നം സ്വീകരിച്ചു വരുമ്പോഴും ആ രാഷ്ട്രീയ ജീർണതയിലേക്ക് അവർ കൂടുതൽ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് അവിടെ. മണിയെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരിക്കലും പറയാനില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി പോകുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ. താങ്കൾ ഭയങ്കര സ്നേഹമാണല്ലോ. അല്ല, സ്നേഹം അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഒരു നിലവാര തകർച്ചയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ പറയേണ്ടി വരും. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ളതാണ് ഇവരൊക്കെ വേണ്ടത്. താങ്കൾ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സ്നേഹക്കൂടങ്ങളുണ്ടല്ലേ, എന്തുമായിക്കോട്ടെ. ഏതായാലും ഞാൻ ആ ഒരു നിലവാരമില്ലാത്ത പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഞാൻ മൂന്നാറിൽ നിരാഹാരം ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം, എന്തൊക്കെയോ ഞാൻ സമരത്തെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ 6ാമത്തെ നിരാഹാര സമരമാണ്. 1, 2 അല്ല, 6ാമത്തെ നിരാഹാര സമരം അനുഷ്ഠിക്കുമ്പോൾ 3ാമത്തെ ദിവസം സമരം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഇപ്പം ഞാൻ MP ആണല്ലോ, സ്വാഭാവികമായും ഗവൺമെൻറ് എൻ്റെ ആരോഗ്യനിലയൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഞാൻ പോട്ടറൊന്നുമല്ല. ഞാൻ ഈ പറയുന്നത് പോലെ ഏത് തരത്തിലാണ് അവിടെ നിരാഹാരം കിടക്കുന്നത് എന്നൊക്കെ ക്യാമറ വെച്ച് ഗവൺമെൻറ് എൻ്റെ പിന്നിലുണ്ടെന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ ആരോഗ്യനില മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഷുഗർ ഡൗൺ ആയിപ്പോയി, ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ എനിക്കൊരു അമിത ആത്മവിശ്വാസം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കൊള്ളൂ. ഒരു 5-6 ദിവസമൊക്കെ പോകാനുള്ള ഒരു ശാരീരിക ശേഷി, ക്ഷമതയൊക്കെ ഉള്ള ഒരാളാണ് എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം എനിക്കുണ്ടായി. പക്ഷേ മൂന്നാറിലെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട്, അത് ഡോക്ടർമാർ പിന്നീടാണ് എന്നോട് പറഞ്ഞത്, ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് മൂന്നാറിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ താഴ്ന്ന പ്രദേശങ്ങളിൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഇരട്ടി കുടിക്കണം, എന്നാലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ സാധാരണ നിരാഹാരം കിടക്കുമ്പോഴൊക്കെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കണക്കനുസരിച്ച് ആ ഒരു രീതിയിലുള്ള ജലപാനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ കാര്യം നിന്നില്ല. ഷുഗർ വല്ലാതെ ഡൗണായിപ്പോയി. ഞാൻ തന്നെ അതിശയിച്ചു പോയി. കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ദൈവം സഹായിച്ചതുവരില്ല. പക്ഷേ 2ാമത്തെ ദിവസം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഷുഗർ വല്ലാതെ ഡൗണായി പോകുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇത് ആശങ്കയുണ്ട്, ഇതിങ്ങനെ വിടാൻ പറ്റത്തില്ല, കാരണം കണ്ടമാനം താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രി എന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്നു ആശുപത്രിയിൽ. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, നാളെ ഒരു ദിവസം കൂടി നോക്കിയിട്ട് ആരോഗ്യനിലയൊന്ന് നോക്ക്, അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വഴങ്ങുന്നില്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വഴങ്ങുന്നില്ല, ഞാൻ ആ ഹോസ്പിറ്റലിൽ നിരാഹാരം തുടരുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് തലേദിവസം രാത്രി എന്നെ അറസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. പോലീസ് സർവ്വസന്നാഹവുമായി വന്ന് രാത്രി 9 മണിക്കും 10 മണിക്കോടെ വന്ന് നിൽക്കുകയായിരുന്നു. മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ട്. തലേ ദിവസം പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും കൂടുതൽ ഷുഗർ താഴേക്ക് പോയി. ഷുഗർ താഴേക്ക് പോയി എന്നുള്ളതല്ല വിഷയം,
അതോടൊപ്പം തന്നെ അതിൻ്റെ ഡോക്ടർ പറഞ്ഞത് കറക്റ്റായിരുന്നു. ഇനി ഇതിൻ്റെ റിയാക്ഷൻ ഏത് രീതിയിലും വരാം, സോഡിയം പല രീതിയിലും വരാം, ഓർമ്മക്കുറവ് പല രീതിയിലും അത് വരാമെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടായി. അപ്പോൾ അതായത് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചപ്പോഴേക്കും ഉപ്പുവെള്ളമാണ് കുടിക്കുന്നത്, BP വണ്ണമാൻ അങ്ങ് ഷൂട്ട് ചെയ്തു പോയി. ഈ ഒരു ശാരീരിക ക്ഷമതയിൽ കുറച്ചുകൂടി വെള്ളം കുടിച്ചപ്പോഴേക്കും BP കണ്ടവൻ ഷൂട്ട് ചെയ്ത് കിടന്നു പോയി. അപ്പോഴേക്കും ചെസ്റ്റ് പെയിനായി മാറി. പിന്നെ ആശുപത്രിയിലേക്ക് എന്നെ എടുത്ത് മാറ്റി എന്നുള്ളതാണ് സത്യം. അതിനെ അപഹസിച്ചാണ് ഈ എം.എം. മണി ഈ പ്രസ്ഥാനം നടത്തിയത്. താങ്കൾ അതുകൊണ്ട് ആ റെക്കോർഡെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുണ്ട്, പരിശോധിക്കട്ടെ. പിന്നെ ഈ പറയുന്ന 10 വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തിയോട് വിളിച്ചു പറയുന്ന ആളുകളാണ്. പെൺപിള്ളേർ നടത്തിയ സമരത്തെ അദ്ദേഹം വളരെ മനോഹരമായി നല്ല രീതിയിൽ ചിത്രീകരിച്ച ആളാണ്. അപ്പോൾ പിന്നെ ഇതിനെ ഈ രീതിയിലെങ്കിലും പറയട്ടെ. താങ്കൾ എം.എം. മണിയെ പേടിക്കുന്നു, എം.എം. മണി താങ്കളെ പേടിക്കുന്നു. എനിക്കൊരു എം.എം. മണിയും പേടിയില്ല, ഒരു CPM നേതാക്കന്മാരെ എനിക്ക് അതൊരു പേടിയില്ല. കാരണം ഞാൻ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് സത്യസന്ധമാണ്. സത്യം പറയുന്നവന് ഒരിക്കലും ഒരാളെ പേടിക്കേണ്ട കാര്യമില്ല. ഇടുക്കിയിൽ ഈ സർക്കാരിനെതിരെയുള്ള വോട്ട് എത്രമാത്രം കിട്ടും? നല്ല നിലയിലുണ്ടാവും. കാരണം ഞാനിപ്പം സർവേ എന്നൊക്കെ പറയുന്ന ഒരു ഇതിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല. എന്നാൽ പോലും ചില ഇൻഡിക്കേഷൻസൊക്കെ ഇതുവരെ വന്ന സർവേ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ജനവികാരം ഗവൺമെൻറ്റിനെതിരെ വല്ലാതെ ഇടുക്കി ജില്ലയിലുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാത്തതും കാർഷിക വിഷയങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ ജാഗ്രത കുറവും നീതിപൂർവം അല്ലാത്ത ഇടപെടലും ഒക്കെയാണ്. അവസാനം പട്ടയ പ്രശ്നം ഉൾപ്പെടെ ഇത്രയും കത്തി നിൽക്കുന്നതായ സാഹചര്യമാണ്. ബഫർ സോൺ വിഷയത്തിൽ കാണിച്ച ജനവഞ്ചനയാണ്, വനവൽക്കരണത്തിൽ കാണിച്ചിട്ടുള്ള ജനവഞ്ചനയാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ തുറന്ന് ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ. താങ്കൾ 5 വർഷത്തിനുള്ളിൽ നടത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നിരവധി നേട്ടങ്ങൾ. അതായത് എനിക്ക് പറയാൻ ഒരുപിടി കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ റോഡുകളുടെ കാര്യത്തിൽ ദേശീയപാത വികസന രംഗത്ത് എല്ലാ ദേശീയപാതയും അതിൻ്റെ ഏറ്റവും വലിയ വികസനത്തിലേക്ക് കടന്നിരിക്കും. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന മൂവാറ്റുപുഴയിൽ ഇതുവഴി കടന്നു പോകുന്ന NH85 കൊച്ചി ധനുഷ്കോടി, അതിൻ്റെ കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള സ്ട്രെച്ച് എൻ്റെ ശ്രമഫലമായി എന്ന് ഞാൻ അവകാശപ്പെടുമ്പോൾ തന്നെത്താനെ എനിക്ക് വേണ്ടി പറയുന്നു എന്ന് കരുതണ്ട. യഥാർത്ഥത്തിൽ ഞാൻ നല്ല രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതറിയാവുന്ന ആളുകൾക്കറിയാം. ഇവിടുത്തെ റോഡുകളുടെയൊക്കെ അവകാശം എം.എം. മണിയാണല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോട്ടെ, എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടില്ല. ഞാൻ പറയുന്ന കാര്യം 100% സത്യസന്ധമാണ്. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് 1250 കോടി രൂപയുടെ വികസന പദ്ധതി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരിമംഗലത്തൊരു പുതിയ പാലം വരുന്നു എന്ന് പറയുന്നത് നിസ്സാരമല്ല. 96 വർഷം മുമ്പ് മഹാറാണി പണി കഴിപ്പിച്ച അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത ആ പാലം ഇപ്പോൾ ട്രാഫിക് ജാമാണ്. അവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു പോകുന്ന പാതയാണ് മൂന്നാറിലേക്ക്. പക്ഷേ അവിടെ 1.5 മണിക്കൂറൊക്കെ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട അനുഭവം എനിക്ക് പോലും ഉണ്ട്. അവിടെ ഒരു പുതിയ പാലം പുതിയ തലമുറയുടെ കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയിൽ താമസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ഈ ജില്ല വിട്ടുപോകുന്ന ഒരവസ്ഥയിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ആവേശകരമായ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. 1 വർഷം കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, നേരിമംഗലത്ത് പുതിയൊരു പാലം ഉണ്ടാവും. അതോടൊപ്പം ദേശീയപാത വികസന രംഗത്ത് കുമളി എറണാകുളം അതെ ആ റോഡ് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. അതെ, കുമളി എറണാകുളം റോഡ് എന്നുള്ളത് ദേശീയപാത അത് ഭാരത്മാല പദ്ധതിയാണ് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടം വഴിയാണത്. അതെ, അത് അടുത്ത സാമ്പത്തിക വർഷമാണ് കേന്ദ്ര സർക്കാർ അതിനെ സംബന്ധിച്ചുള്ള. കാരണം അതിൻ്റെ അലൈൻമെൻറ്റ് സ്ട്രെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ്, അതിൻ്റെ ചിലയിടങ്ങളിൽ തുരങ്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കുള്ള ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ദേശീയപാത NH85 ആ ഒരു വിധത്തിൽ NH185 അടിമാലി കുമളി അത് 18 മീറ്റർ വീതിയാക്കി വർദ്ധിപ്പിക്കുന്നു. മുണ്ടക്കയം കുമളി 18 മീറ്റർ വീതിയാക്കി വർദ്ധിപ്പിക്കുന്നു, വീതി കൂട്ടുന്നു. വണ്ടിപ്പെരിയാർ കട്ടപ്പന ചെറുതോണി അടിമാലി ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ 4 കേന്ദ്രങ്ങളിൽ അടിമാലി ചെറുതോണി കട്ടപ്പന വണ്ടിപ്പെരിയാർ 4 ബൈപ്പാസ് അനുവദിച്ചിരിക്കുന്നു. മൂവാറ്റുപുഴ കോതമംഗലം 30 വർഷക്കാലമായി മുടങ്ങിക്കിടന്ന ബൈപ്പാസ് 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ വലിയ തോതിലുള്ള വികസനം ഈ കാര്യത്തിൽ വന്നു കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതായിരിക്കത്തില്ല സ്ഥിതി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം അന്ന് ഉച്ചയ്ക്ക് വലിയ സന്തോഷകരമായ ഒരു വാർത്ത ഉണ്ടായി. അതായത് ESI ആശുപത്രി 100 ബെഡ് ആശുപത്രി കേരളത്തിനാകെ ഒരെണ്ണമുള്ളത് കട്ടപ്പനയിൽ അനുവദിച്ചിരുന്നു. അതിൻ്റെ ടെൻഡർ നടപടി ആരംഭിച്ചു. 150 കോടി രൂപ അനുവദിച്ചു. ചെറിയൊരു കാര്യമില്ല. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അത്രയും ആളുകൾക്ക് നമ്മുടെ എവിടെയാണ് എറണാകുളത്തെ പച്ചാളം, അവിടെയാണ് ഒരു ESI ആശുപത്രി ഉള്ളത്. അവർക്കിനി അവിടെ നല്ല ചികിത്സ കിട്ടും. അതൊരു ചെറിയൊരു നേട്ടമല്ല. ആദിവാസി ഊരുകളിൽ 90 മൊബൈൽ ടവറാണ് അനുവദിപ്പിച്ചത് USO ഫണ്ടിൽ നിന്ന്. BSNL എന്ന് പറയുന്ന കമ്പനി വലിയ സാമ്പത്തിക നഷ്ടത്തിലാണെങ്കിൽ USO ഫണ്ട്, യൂണിവേഴ്സൽ സർവീസ് ഓബ്ലിഗേഷൻ ഫണ്ടിൽ നിന്നും നമ്മൾ 90 മൊബൈൽ ടവർ അനുവദിപ്പിച്ച് ജൂൺ മാസം 30-ാം തീയതി സമ്പൂർണ്ണമായി കണക്ടിവിറ്റിയുള്ള ഒരു ജില്ലയായി ഇടുക്കി മാറാൻ പോവാണ്.
കുട്ടമ്പുഴ ഉൾപ്പെടെ, എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഉൾപ്പെടെ ആദിവാസി ഊരുകൾ കണക്ടിവിറ്റി ഉണ്ടാവുകയാണ്. അതുപോലെ എന്താണ്, ഒരു കേന്ദ്രീയ വിദ്യാലയം രണ്ടാമത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ അനുവദിപ്പിക്കാൻ ചലഞ്ച് മെത്തേഡിൽ ഇനി അന്തിമ അനുമതി മാത്രം മതി. അതിൻ്റെ സാങ്കേതികമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു, സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ചു. അതുപോലെ നിരവധിയായ PMGSY റോഡുകൾ 140 കിലോമീറ്റർ റോഡ് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഉടുമ്പന്നൂർ മണിയാറുംകുടി എന്ന് പറയുന്ന വനത്തിനുള്ളിലൂടെയുള്ള പൂർണ്ണമായും പാത, അതിൻ്റെ സാങ്കേതിക അനുമതികളെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മരിയാപുരം തടിയമ്പാട് കണക്ടിവിറ്റി, ഒരു പാലം, ഇടുക്കി ഡാമിൽ നിന്നും വാട്ടർ ഫ്ലോ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന ചപ്പാത്താണ്. അവിടെ ജില്ലയിലെ ഏറ്റവും വലിയ പാലമാണ് CRIF പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിപ്പിച്ചത്. 32 കോടി രൂപ അനുവദിപ്പിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് സംസ്ഥാന ഗവൺമെൻറ് നിസ്സഹകരണം മൂലം ഇപ്പോൾ 3 മാസം പെൻഡിങ് ആയിരുന്നു. ഇവർ നവകേരള സദസ്സ് മുതൽ ആ ഫയലോടെ അനക്കാതെ വെച്ചിരിക്കുകയാണ്. സേതുബന്ധൻ പദ്ധതി CRIF, സ്റ്റേറ്റ് PWD ആണ് ആ കാര്യത്തിൽ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി. അപ്പോൾ അത് അവരുടെ ഡ്യൂട്ടി ചെയ്യാത്തതിൻ്റെ പേരിൽ 3 മാസം വൈകിട്ട് പക്ഷേ നടപടി ഉണ്ടാവും. അപ്പോൾ ഈ കാര്യത്തരം നിരവധിയായ വികസന കാര്യങ്ങളിൽ എനിക്ക് ആത്മസംതൃപ്തിയുണ്ട്. ഇപ്പോൾ ടൂറിസം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ മൂന്നാറിൽ ഹോളിഡേ ഹോം, അർബൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോളിഡേ ഹോം മൂന്നാറിൽ പണിയാൻ വേണ്ടി സ്ഥലമെടുപ്പ് നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ബൃഹത്തായ പർവ്വതമാല പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. 2 ഞാൻ ശുപാർശ ചെയ്തു. 2 DPR വർക്കിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്ന് ഇടുക്കി ഡാം റിസർവോയറിൻ്റെ ഏരിയ, മറ്റൊന്ന് മൂന്നാറിലെ മാട്ടുപ്പെട്ടി വട്ടവട ഉൾപ്പെടെയുള്ള ബീച്ച്. അപ്പോൾ ഇങ്ങനെ അഭൂതപൂർവമായൊരു നേട്ടം ഭാവി തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ടൂറിസം മേഖലയിലും അതുപോലെ ഭൗതിക വികസന കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ഏലം ഏറ്റവും ഗുണമേന്മയുള്ള ഏലമാണ്. പക്ഷേ അടുത്ത കാലത്ത് പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കൂടുതലായി വന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായപ്പോൾ സൗദി അറേബ്യൻ മാർക്കറ്റിൽ റിജക്ഷനായി. അപ്പോൾ പരിഹാരം എന്താണ്? കൃഷിക്കാരൻ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഏത് കീടനാശിനി ഉപയോഗിക്കണമെന്ന് ഞാൻ തന്നെ ബോധവാനാകണം. അതിന് ഒരു ക്വാളിറ്റി ഇവാലുവേഷൻ ലാബ് അവിടെ ഉണ്ടാവണം. ലാബ് സൗകര്യമില്ലാതെ എങ്ങനെ കൃഷിക്കാരൻ അറിയും കീടനാശിനിയുടെ അളവ് എത്രത്തോളം? അത് അനുവദിപ്പിച്ചു, അതിപ്പോൾ യാഥാർത്ഥ്യമായി. അപ്പോൾ ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റി ഓരോ മേഖലയിലും എന്നുള്ള ഒരു ആത്മസംതൃപ്തി എനിക്ക്. റബ്ബർ കർഷകർ ഏറ്റവും കൂടുതലുള്ള ഏരിയയാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം. അതെ. പക്ഷേ ഇപ്പോഴും അതിന് യാതൊരു ഗുണവും അവർക്ക് കിട്ടിയിട്ടില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയമെന്ന് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ UDF ആയിരുന്നു അധികാരത്തിലെങ്കിൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്താ ചെയ്തത്? ഇത് കേന്ദ്രത്തിൻ്റെ സബ്ജക്റ്റാണെന്ന് പറഞ്ഞ് കൈഴുകയല്ലേ ചെയ്തത്. വിലസരിത ഫണ്ട് ഏർപ്പെടുത്തി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഈ സമരാഗ്നിയും നവകേരള യാത്രയും 2 മുതലേ പോയിട്ടുള്ളത്. രണ്ടിൻ്റെയും വിലയിരുത്തുമ്പം എന്ത് നേട്ടവും കോട്ടവുമാണ് ഉണ്ടായിട്ടുള്ളത്? നേട്ടം നവകേരള സദസ്സ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ദൂർത്തായിരുന്നല്ലോ. സർക്കാരിൻ്റെ മിഷണറി ഉപയോഗിച്ച് ആളുകളെ പേടിപ്പിടിച്ച് കൊണ്ടേയിരുത്തി. അതെന്ത് പരിപാടിയാണ്? സമരാഗ്നി എത്രമാത്രം? സമരാഗ്നി ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. ഞങ്ങൾ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച പരിപാടിയാണ്. ആ രാഷ്ട്രീയ പരിപാടിയിൽ ഞങ്ങളുടെ നിലപാട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതൊരു സമരമാക്കി തന്നെ ഞങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. താങ്കൾക്ക് ഈ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ പൊതു തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. എന്ന് വെച്ചാൽ ഇത് വെറുതെ പറയുന്ന ഒരു സംഗതിയല്ല. നമ്മൾ യുക്തിപൂർവമായി ഈ വിഷയത്തിൽ കാര്യങ്ങൾ കണ്ടില്ല എങ്കിൽ രാജ്യം വലിയ അപകടത്തിലേക്ക് പോകുന്നതായിട്ട് സംശയമില്ല. ഇടതുപക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൽ കെണിയിൽപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന അപകടം നിസ്സാരമല്ല. BJPക്ക് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം ഈ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് മതേതര ചേരിയെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് നടത്തിയതായിട്ടുള്ള ആ ഒരു വലിയ ചെറുത്തുനിൽപ്പുണ്ട്. ആ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കാണണം. നഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടാണ്, പക്ഷേ ആ നഷ്ടങ്ങൾക്കുപരി ലക്ഷ്യബോധമുള്ള ഒരു പോരാട്ടമാണ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ശക്തികളും ഒരുമിച്ച് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ആശയത്തോടൊപ്പം ജനാധിപത്യ മതേതര വിശ്വാസികൾ അണിചേരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ ചർച്ചയിലൂടെ ഉന്നയിക്കാറുള്ളത്. ലോക്സഭാ ഇലക്ഷൻ ഇനി നടക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 40 ദിവസത്തോളമാണ് ഉള്ളത്. നമ്മൾ ഈ ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മുടെ സ്ഥാനാർത്ഥിയെ വീണ്ടും കാണും. അതുവരെ നന്ദി, നമസ്കാരം.